കമനീയ കിശോരമുഗ്ധമൂർത്തേः കളവേണുക്കൊണിതാദൃദാനനേन्दോः മമ വാജി വിജൃംഭതാം മുരാരേः മധുരിംണ കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖംബുജം വ്രജവധൂനയനാഞ്ചലവഞ്ചിതം വിജയതാം മമ വാങ്മയജീവിതം യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്തുധാംനാ അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവത നിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതത്തില് നമ്മളിപ്പോ പലതരത്തിലുള്ളവരുടെ പലരുടേതായിട്ടുള്ള ഭക്തിയെ കുറിച്ച് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഗോപികമാരുടെ ഭക്തി കണ്ടപ്പം നമ്മൾ പറഞ്ഞു, എന്താ ഗോപികളുടെ ഭക്തി. ഇനിയിപ്പോ ആ ഗോപികമാരുടെ ഭക്തി കണ്ടിട്ട് നമ്മളിപ്പോ അക്രൂരന്റെ ഭക്തിയിലേക്ക് എത്തുമ്പം ഇതാണോ ഈ ഒരു ഭഗവാന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഭക്തി എന്ന് നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ ഭക്തന്മാരെയും ഭാഗവതം നമ്മളെ കാണിച്ചു തരുന്നത്. അക്രൂരൻ കംസന്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി കംസന്റെ ഒരു അനുഗ്രഹമാണെന്നുള്ള രീതിയിൽ ഗോകുലത്തിലേക്ക് പോകുന്ന യാത്രയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പോകുന്ന വഴി കണ്ണനെ കുറിച്ച് മാത്രം ചിന്ത, അല്ലെ? ഇത് തന്നെയായിരുന്നു ഗോപികമാര് വേറൊരു രീതിയിൽ. ഇവിടെ അക്രൂരനെ സംബന്ധിച്ചിടത്തോളം ആ ഭഗവാന്റെ രൂപം ഇങ്ങനെ മനസ്സിലിങ്ങനെ ആ അമാനം ആടിക്കൊണ്ട് പോവുകയാണ് ഇപ്പോൾ. അപ്പം അവിടെ എന്താ, ഈ തൃപ്പാദങ്ങളുടെ മാഹാത്മ്യം ഗംഭീരമായിട്ട് അവിടെ പറഞ്ഞു, അല്ലെ? ആ തൃപ്പാദങ്ങള് എങ്ങനെയാണ് ആ തൃപ്പാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എല്ലാ ഋഷീശ്വരന്മാരും സദാസമയവും ആശ്രയിക്കുന്നതായിട്ടുള്ള തൃപ്പാദം, ആ ഗോപികമാരുടെ എന്താണ് മാലയിൽ നിന്നുള്ള കുങ്കുമം കൊണ്ട് അലങ്കരിച്ചതായിട്ടുള്ള ആ തൃപ്പാദം, ഇങ്ങനെ തുടങ്ങി അങ്ങോട്ട് ആ തൃപ്പാദങ്ങളുടെ ഒരു മഹത്വത്തെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, അക്രൂരൻ പറയുകയാണ്, അങ്ങനെയുള്ള ഒരു തൃപ്പാദത്തെ എനിക്ക് നേരിട്ട് കാണാനൊരു ഭാഗ്യം ആ ഗോക്കളെ കൊണ്ട് വനത്തിലൂടെ പോകുന്നതായിട്ടുള്ള തൃപ്പാദം, ഗോപന്മാരുടെ കൂടെ നടക്കുന്നതായിട്ടുള്ള തൃപ്പാദം, ഇങ്ങനെ മഹത്വമേറിയിട്ടുള്ള ആ തൃപ്പാദം എനിക്കൊന്ന് അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാല് എന്തൊരു പുണ്യമാണ് എനിക്ക്. അങ്ങനെ ആ ഭഗവാനെ തന്നെ അവിടെ ചിന്തിച്ചു പോകുമ്പോഴാണ് ഇനി ഭഗവാന്റെ പാദങ്ങൾ മാത്രമാണോ, ഭഗവാന്റെ തൃക്കരങ്ങൾ സമരിഹണം യത്ര നിധായ കൗശികസ്തഥാബലിശ്ചാപജഗത്രയേന്ദ്രതാം യദ്വാ വിഹാരേ വ്രജയോഷിതാം ശ്രമം സ്പർശേന സൗഗന്ധികഗന്ധ്യപാനുദൽ, അല്ലെ? അവിടെ നോക്കൂ, ആ തൃക്കരങ്ങളുടെ ഒരു മഹത്വം എന്താണ്. വേറെ മഹാബലിക്ക്, അല്ലെ? മഹാബലിക്ക് ശിരസില് സ്പർശിക്കാൻ സാധിച്ചു. അപ്പത്തേക്ക് എന്ത് കിട്ടി? ഇന്ദ്രപട്ടം കിട്ടി. ദേവേന്ദ്രന് ഇന്ദ്രപട്ടം കിട്ടി ഭഗവാന്റെ ആ തൃക്കരങ്ങളെ കൊണ്ടുള്ള അനുഗ്രഹം കൊണ്ട്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ അനുഗ്രഹം, പിന്നെയോ ആ ഗോപസ്ത്രീകൾക്ക് രാസക്രീഡയിലൂടെ ധാരാളം തവണ ഭഗവാന്റെ ആ തൃക്കര സ്പർശം കൊണ്ട് അവർക്കും കിട്ടി ആ ആനന്ദം. അങ്ങനെയുള്ള യാതൊരു
ശ്രീ കരതലത്തിലാണോ ആ ദേവേന്ദ്രനും അതുപോലെ തന്നെ മഹാബലിക്കും ആ ദാന സമയത്ത് ജലം കൊടുക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഒന്ന് സ്പർശിക്കാൻ സാധിച്ചു. സൗഗന്ധിക പുഷ്പത്തിന്റെ പരിമളമാർന്നതായിട്ടുള്ള യാതൊരു കരസ്പർശത്തെ ആണോ രാസക്രീഡയില് അല്ലെ ക്ഷീണിതകളായിട്ടുള്ള ഗോപികമാർക്ക് ഉണർവ് സിദ്ധിച്ചത് എങ്ങനെയാണ്? ആ ഭഗവാന്റെ തൃക്കരങ്ങൾ ഒന്ന് വന്ന് സ്പർശിക്കുമ്പോഴത്തേക്കും അവരുടെ എല്ലാ ക്ഷീണവും മാറുന്നു. അങ്ങനെയുള്ള ആ തൃക്കരം ദാ ഭഗവാൻ എന്റെ ശിരസിൽ വെക്കാൻ പോവുകയാണ്. എന്റെ ശിരസിൽ വെച്ചിനി ഭഗവാൻ അനുഗ്രഹിക്കാൻ പോവാണ്. എന്തൊരു ഭാഗ്യവാൻ ഞാൻ, അല്ലെ? അപ്പം സമരിഹണം എത്ര നിധായ കൗശിക. സമരിഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പൂജാദ്രവ്യങ്ങളോ എന്നുള്ള അർത്ഥമാണ് സമരിഹണം എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടെ ശരിക്ക് അവിടെ പറയുന്നത് ഈ എന്താണ്, ദാനത്തിന്റെ പൂർവാംഗമായിട്ടുള്ള ജലദാനം ചെയ്യുക, ഇതിനാണ് സമരിഹണം എന്നുള്ള അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ആ ഭഗവാൻ എന്റെ ശിരസില് കൈവച്ച് അനുഗ്രഹിക്കുമല്ലോ. ഇതിങ്ങനെ മനോരാധികത്തിലൂടെ അനുഭവിക്കുകയാണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. ആ ക്രൂരൻ വേറെ ഒന്നും അറിയുന്നില്ല. കാരണം എന്താണ്, ഇവിടെ നിന്ന് ഇപ്പോ ശരിക്കും മധുരയിന്ന് ആ എന്താണ് ഗോകുലത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു 3 മണിക്കൂർ മതി ശരിക്ക്, അല്ലെ? എന്നാ ഇവിടെ പറയുന്നുണ്ട് രാവിലെ ഉഷസ് ആയപ്പോഴത്തേക്കും ഉദിച്ച സമയത്ത് അവിടെ നിന്ന് അക്രൂരനെ ഇറങ്ങിയതാന്ന് പറയുന്നുണ്ട്. എപ്പോഴാ അവിടെ ചെന്നത്? സന്ധ്യ അസ്തമിക്കാൻ നേരത്താണ് അവിടെ അക്രൂരനെ ചെല്ലാൻ കാരണം എന്തുകൊണ്ടാണ്? വേറെ ഒന്നും ചിന്തയില്ല. കുതിരകളെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. കുതിരപ്പുറത്താണോ ഇരിക്കുന്നതെന്ന് തന്നെ അറിയില്ല. ഇപ്പോഴും അക്രൂരനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അക്രൂരന്റെ മനസ്സ് മുഴുവൻ അവിടെ, അല്ലെ, അമ്പാടിയിലെ കണ്ണന്റെ അടുത്ത് എത്തി. അവിടെ ആ കണ്ണനോട് ചേർന്നിരിക്കുന്ന അക്രൂരന് ഇപ്പോ കുതിരയെയും അറിയില്ല, ശരീരവും അറിയില്ല, ശരീരബോധം പോലും പോയി. ഇടയ്ക്ക് ശരീരബോധം വരും. ഇടയ്ക്ക് ശരീരബോധം വരുമ്പോഴാ കുതിര അതാ പല വഴിക്ക് പോവുകയാണ്. പിന്നെ തിരിച്ച് അവിടുന്ന് പുറകോട്ട് വന്ന് വീണ്ടും നേരെ ആയിട്ടുള്ള വഴിയിലേക്ക് പോകും. ഇങ്ങനെ 3 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ആ സ്ഥലത്താണ് ആ അക്രൂരൻ ഒരു ദിവസം മുഴുവൻ ഈ യാത്ര അതില് ആരംഭിച്ചതെന്ന് പറയാണ്. അങ്ങനെ ആ കണ്ണനെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് പോകുന്ന ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ചെറിയൊന്ന് മാറി ഒന്ന് ചിന്തിക്കുന്നു. പെട്ടെന്നൊരു ട്വിസ്റ്റ്. എന്താണ് പറഞ്ഞത്? അല്ല, ഞാൻ ഇനിയിപ്പം ഈ കംസന്റെ ദൂതനായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി കൃഷ്ണൻ ഇനി എന്നോട് എന്തെങ്കിലും ഒരു ശത്രുതാ മനോഭാവം വെച്ചുകൊണ്ട് കണ്ണൻ അങ്ങനെ ആവില്ല. കാരണം എന്താണ്? കണ്ണൻ ആരാണ്? അഭിജ്ഞഹാം നമയ്യുപൈഷ്യത്യരിബുദ്ധിമച്യുത കംസസ്യ ദൂത പ്രഹിതോപി വിശ്വദൃക്ക് യോന്തർബഹിശ്ചേതസ ഏതദീഹിതം ക്ഷേത്രജ്ഞയീഷത്യമലേന ചക്ഷുഷാ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഭഗവാൻ? ക്ഷേത്രജ്ഞനാണ്. ഇപ്പൊ തന്നെ ഞാൻ ചിന്തിക്കുന്നതിന് ആര് കാരണമാണ്? ഭഗവാൻ തന്നെയല്ലേ ഇതെല്ലാം ചിന്തിപ്പിക്കുന്നത്, ഇതെല്ലാം എന്താണ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെയായിട്ടുള്ള ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്റെ വരവിനെ കുറിച്ച് അറിയാതിരിക്കില്ല, എന്റെ മനോഗതി എന്താണെന്നുള്ളത് അറിയാതിരിക്കില്ല. അതുകൊണ്ട് അതിലെനിക്ക് ഒട്ടും പേടിയില്ല. അദ്ദേഹം ഒരു കാലുഷ്യവും കലരാതെ ആ ലോകത്തിലെ എല്ലാവരുടെയും, അല്ലെ, ഉള്ളില് സർവസാക്ഷിയായിട്ട് അന്തര്യാമിയായിട്ട് ഭഗവാൻ വർത്തിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെയൊക്കെ എല്ലാ കാര്യങ്ങളും എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ഭഗവാൻ. അത് തന്നെയല്ല, ബാഹ്യത്തിലും ആന്തരികമായിട്ടും, അല്ലെ, യോന്തർബഹിശ്ചേതസ ഏതദീഹിതം തുമ്പര്യളന്നർക്കം ഇവത്രിലോകി അന്തശ്ചര വായുരിവാത്മസാക്ഷി എന്ന് നമ്മള് നാരദ മഹർഷിയെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പുറത്തും അകത്തും ഒക്കെ തന്നെ സദാസ്ഥലത്ത് ആ ഭഗവാൻ ഉണ്ടെങ്കിൽ പിന്നെ ഭഗവാൻ എന്നെ കുറിച്ച് അറിയാതെ ഇരിക്കും അവിടെ. അതുകൊണ്ട് ഇനി ആരാ ഈ കംസനെ കൊണ്ട് ആരാ പറയിപ്പിച്ചത്? അതും ഭഗവാൻ തന്നെയാണ്, അല്ലേ? അപ്യഘ്രിമൂലേ വഹിതം കൃതാഞ്ജലിം മാമീക്ഷിതാസസ്മിതമാർദ്രയാദൃശ സപദ്യപധ്വസ്ത സമസ്തകിൽബിഷോ വോഢാമുദം വീതവിശങ്ക ഊർജിതാം. അപ്പം യഥാർത്ഥത്തില് ഇവിടെ കംസന്റെ ഉള്ളിൽ ഭഗവാൻ കയറിയിരുന്ന ആ ഭഗവാനാണ്, അല്ലെ, എന്റെ ഉള്ളിലുള്ള ഭഗവാനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്. ഇതാരാ അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത്? എല്ലാം ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട്
ആരും പറയാതെ കണ്ടറിയുവാൻ വേണ്ടിയിട്ട് ഒരിക്കലും അങ്ങനെയുള്ള ഒരു കഴിവ് ഭഗവാന് എല്ലാ ദിക്കിലെയും കാര്യങ്ങൾ അറിയാനുള്ള കഴിവുണ്ട് അവിടെ. അതുകൊണ്ട് ഭഗവാനെ കണ്ടു കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഓടി ചെല്ലും. എന്നിട്ടോ അപ്യഘ്രിമൂലേ വഹിതം കൃതാഞ്ജലി, ആ അഘ്രികളില് കെട്ടി അങ്ങോട്ട് പിടിക്കും, ആലിംഗനം ചെയ്ത് അങ്ങോട്ട് കാൽക്കൽ അങ്ങോട്ട് വീണ് കിടക്കും. കാരണം എന്താണ്? എന്തൊരു ആ പാദം ഇനി എന്നാ കാണാൻ ഒന്ന് തൊടാൻ കിട്ടിക്കഴിഞ്ഞാല് എത്ര പുണ്യമായിട്ടുള്ളൊരു പാദമാണത് അല്ലെ? എത്ര യോഗീശ്വരന്മാരെ ആശ്രയിക്കുന്നതാണ് അല്ലെ? ഗോപികമാരുടെ ഭക്തോത്തമകളായിട്ടുള്ള ഗോപികമാരുടെ ആ മാലയിലുള്ള കുങ്കുമം പറ്റിയതായിട്ട് അലങ്കരിച്ചതായിട്ടുള്ള ആ പാദങ്ങളെ ഒന്ന് തൊടാൻ എനിക്ക് യോഗ്യതയുണ്ടോ? എന്തായാലും ഞാൻ ചെന്ന് കഴിഞ്ഞാല് ആ പാദത്തിൽ വീണങ്ങ് നമസ്കരിക്കും. മാമി ഇക്ഷിതാസസ്മിതമാർദ്ര, അങ്ങനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കിടക്കുമ്പോ പിന്നെ ഭഗവാൻ വിടുമെന്നാ വിചാരിക്കുന്നത്? ഒരിക്കലും ഇല്ല. ശരണാഗതനായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ വേഗം വിളിച്ച് എഴുന്നേൽപ്പിക്കും. അതുപോലെ എന്നെ ഇതാ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ആ തൃക്കരങ്ങളെ കൊണ്ട്, ആ രണ്ട് കരങ്ങളെ കൊണ്ടും വെച്ച് അവിടുന്ന് അങ്ങോട്ട് ഇതാ എന്നെ അനുഗ്രഹിക്കും. സപദ്യപധ്വസ്ത സമസ്ത ഗിൽബിഷോ വോഢാമുദം വീത വിശങ്ക ഊർജിതാം. തൽക്ഷണം അവിടെ അല്ലെ ആ എന്റെ ഉള്ളിലുള്ള സപദ്യപധ്വസ്ത സമസ്ത ഗിൽബിഷോ, എന്റെ ഉള്ളിലുള്ള എല്ലാ പാപങ്ങളും ആ ഭഗവാന്റെ ആ തൃക്കരങ്ങള് എന്റെ ശിരസിലേക്ക് അങ്ങോട്ട് സ്പർശിക്കുമ്പോഴേക്കും ഞാൻ അല്ലെ സർവ പാപ വിമുക്തനായിക്കൊണ്ട് എല്ലാത്തിൽ നിന്നുള്ള ഒരു ഭയം അല്ലെ, ഏറ്റവും കൂടുതൽ ഭയം എന്താണ്? സംസാര ഭയം. ആ സംസാര ഭയം കൂടി വിട്ട് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം, ആലോചിക്കാൻ വയ്യ, പരമാനന്ദം അനുഭവിക്കും ഞാൻ. സുഹൃത്തമം ജ്ഞാതിമനന്യ ദൈവതം ദോർഭ്യാം ബൃഹദ്ഭ്യാം പരിരപ്സ്യതേധമാം ആത്മാഹി തീർത്ഥീക്രിയതേ തദൈവമേ ബന്ധശ്ച കർമാത്മക ഉച്ഛ്വസിത്യതാം. എന്നിട്ടോ അപ്പൊ തന്റെ ആ പരമസുഹൃത്തും ബന്ധുവും അല്ലെ ഒക്കെ മറ്റാരെയും ഈശ്വരനായിട്ട് വിചാരിക്കാത്തവനുമായിട്ടുള്ള എന്നെ അദ്ദേഹം ദാ ആ അവിടുത്തെ എന്താണ് നീണ്ട കൈകള് അജാന ബാഹുക്കളെ കൊണ്ട് ഗാഠമായിട്ട് അങ്ങോട്ട് ആലിംഗനം ചെയ്യുമെന്ന് പറയാണ്. അപ്പൊ ആദ്യം തന്നെ ആ കൈകൊണ്ട് അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്കും തന്നെ ശിരസ് ശുദ്ധമായി. പിന്നെയോ ആലിംഗനം ചെയ്യുമ്പോഴത്തേക്ക് എന്തായി? തന്റെ മനസ്സ് ശുദ്ധമായി. പിന്നെ ദാ ആ വാക്കും ഇങ്ങനെയുള്ള ത്രികരണങ്ങളെയൊക്കെ ശുദ്ധമാക്കിക്കൊണ്ട് ഭഗവാൻ ദാ ഒരു തീർത്ഥത്തിലേക്ക് എന്നെ, ഗംഗയിൽ എങ്ങനെയാണോ മുങ്ങുന്നത് അതേപോലെ ആത്മാഹി തീർത്ഥീക്രിയതേ തദൈവമേ, എങ്ങനെയാണോ ഗംഗയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തീർത്ഥീകരിക്കുന്നത് അതേപോലെ ആ ഭഗവാനാകുന്ന ഗംഗയിലേക്ക് ആലിംഗനം ചെയ്ത് അതിൽ ഞാൻ എന്താ മുങ്ങിക്കിടന്ന് ബന്ധശ്ച കർമാത്മക ഉച്ഛ്വസിത്യത, എന്റെ ബന്ധനങ്ങൾക്ക് കാരണമാകുന്ന കർമ്മങ്ങളെ മുഴുവൻ ഭഗവാൻ ശുദ്ധമാക്കുന്നു. അതോടെ എന്റെ കർമ്മബന്ധങ്ങളെല്ലാം അവിടുന്ന് വിട്ട് ആ ഭഗവാനാകുന്ന ഗംഗയിലേക്ക് അലിഞ്ഞലിഞ്ഞലിഞ്ഞലിഞ്ഞു പോകുന്നു. ലബ്ധാംഗസംഗം പ്രണതം കൃതാഞ്ജലിം മാം വക്ഷ്യത്തെ ക്രൂരതേത്യുരുശ്രവാഹ തദാ വയം ജന്മഭൃതോ മഹീയസാ നൈവാദൃതോ യോ ദിഗമുഷ്യ ജന്മതൽ എന്ന് പറയുന്നു. അവിടെ ആ ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന എന്നെ ആ മഹായശസ്വിയായിട്ടുള്ള ഭഗവാൻ അവിടുന്ന് വാരി പുണർന്ന് ആ പ്രിയപ്പെട്ടവനെ അക്രൂരാന്ന് പറഞ്ഞു വിളിക്കും എന്ന് പറയാണ് അവിടെ. മാം വക്ഷ്യതേ ക്രൂരാ തദേത്യുരുശ്രവാ തദാ വയം ജന്മഭൃതോ മഹീയസാ നൈവാദൃതോ യോ നിഗമുഷ്യ ജന്മസൽ. അതാണ് ലബ്ധാംഗ ഏറ്റവും അംഗസംഗം കൊണ്ട്, ആ അംഗങ്ങളെ കൊണ്ട് സംഘം ചെയ്തുകൊണ്ട് ഹേ പ്രിയപ്പെട്ടവനേന്ന് അക്രൂരാന്ന് വിളിച്ചുകൊണ്ട്, അതോടെ എന്താണ് ആ ഒരു ശബ്ദമാധുരി എന്റെ കർണപീയൂഷമായിട്ട് എന്നിലേക്ക് എത്തിയാൽ തന്നെ ആ ഭഗവാന്റെ ആ ഒരു അല്ലെ കടാക്ഷത്തോടു കൂടിയിട്ടുള്ള ഒരു വിളി, ആ വിളിക്ക് തന്നെ എനിക്ക് ജന്മസാഫല്യമായി അവിടെ. അങ്ങനെ മഹാത്മാവായിട്ടുള്ള ആ അദ്ദേഹത്തിന്റെ ആദരവിന് ഞാൻ പാത്രീഭവിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഈ ജന്മം ഇനി വേറെ എന്താ, എനിക്ക് ഇനി എന്തിനാ ജന്മം അല്ലെ? ഈ ജന്മം സഫലമാകുവാൻ വേറെ ഒന്നും വേണ്ട. അവിടെ കണ്ടാൽ തന്നെ സഫലം.
അല്ലെ? ഇപ്പൊ എന്താ, ഈ പാദങ്ങൾ എനിക്ക് സ്പർശിക്കാൻ സാധിക്കുന്നു, കരസ്പർശം കിട്ടുന്നു. പോരാ, ഭഗവാന്റെ മാധുര്യമേറിയതായിട്ടുള്ള ആ ശബ്ദബ്രഹ്മ വീജികള് എന്റെ കർണത്തിലൂടെ പീയൂഷമായിട്ട് വരുമ്പോൾ ഇനി ഇതിൽ പരം ഒരു ലാഭം ഈ ജന്മത്തിൽ എനിക്ക് ഉണ്ടാവാനില്ല. അദ്ദേഹത്തിന്റെ അവസ്ഥ അപ്രകാരമാണ് എന്ന് പറയണ. നതസ്യ കശ്ചിദൈത സുഹൃത്തമോ അപ്രിയോ ദ്വേഷ ഉപേക്ഷയേവ വാ തഥാ വിഭക്താൻ ഭജത്തെ യഥാ തഥാ സുരദ്രുമോ യദ്ദുപാശ്രിതോദ്ധത. അവിടെ പറയുന്നു, ആരും പ്രിയപ്പെട്ടവനോ അല്ലെങ്കിൽ ശത്രുവോ ആയിട്ട് ആരും തന്നെ ഇല്ല. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രുവായിട്ടോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനായിട്ടോ ആരുമില്ല. ആരോടും ഒരു ഉദാസീനത കാണിക്കുന്നുമില്ല അവിടെ. എന്നാൽ ഭക്തന്മാര് അങ്ങോട്ട് ചെന്ന് ഭഗവാനെ ഉപാസിക്കുന്നു, അല്ലെ? അങ്ങനെ ഉപാസിക്കുന്നുണ്ടോ? എന്നാൽ അതിനനുസരിച്ച് ഭഗവാൻ എന്ത് ചെയ്യും? യഥാമാം പ്രപദ്യന്തേ, അല്ലെ? ആ എങ്ങനെയാണോ ഭഗവാന്റെ അടുത്ത് ചെല്ലുന്നത്, സുഹൃത്തായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ തോളത്ത് കൈയിടും, ശിഷ്യനായിട്ടാ ചെല്ലുന്നതെങ്കിൽ ആ എന്താണ് തലയിൽ വെച്ച് കൈ വെച്ച് അനുഗ്രഹിക്കും. ഇനി അതല്ല, അല്ലെ, യശോദയായിട്ടാണ് ചെല്ലുന്നതെങ്കിലോ ആ അമ്മയുടെ അടുത്ത് ചെന്ന് ആലിംഗനം ചെയ്ത് ആ അമ്മയുടെ ആ വാത്സല്യത്തോടു കൂടിയിട്ടുള്ള അമ്മയുടെ ആ മുത്തം അവിടുന്ന് അങ്ങ് സ്വീകരിക്കും. ഇങ്ങനെ എങ്ങനെയാണോ ഭഗവാന്റെ അടുത്ത് ചെല്ലുന്നത് അതുപോലെ ഭഗവാൻ തിരിച്ചും അതേപോലെ നമുക്ക് പ്രതികരിക്കുന്നതോടെ അങ്ങനെ ആ ഭഗവാനായിട്ടുള്ള കൂടിക്കാഴ്ച, അല്ലെ? കിഞ്ച അഗ്രജോ മാവനതം യദൂത്തമാം സ്മയൻ പരിഷ്വജ്യ ഗൃഹീതമജ്ജലോ ഗൃഹം പ്രവേശ്യാപ്ത സമസ്ത സൽകൃതം സംപ്രക്ഷ്യത്തെ കംസകൃതം സ്വബന്ധുഷു. അങ്ങനെ ഭഗവാനും ആയിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഏട്ടനായിട്ടുള്ള, അല്ലെ, കിഞ്ച അഗ്രജോ, ബലരാമസ്വാമിയെ ചെന്ന് ഞാൻ കാണും. എന്നിട്ടോ ബലരാമസ്വാമി എന്ത് ചെയ്യും? ബലരാമസ്വാമിയുടെയും പറഞ്ഞതുപോലെ തന്നെ ആ വെളുത്തു തുടുത്തതായിട്ടുള്ള പാദങ്ങളിലേക്ക് ഞാൻ വീണ് നമസ്കരിക്കും. നമസ്കരിക്കുമ്പോഴോ പതിവ് പോലെ ആ ബലരാമസ്വാമി എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കും. എന്നിട്ടോ നേരെ ആ അകത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഗംഭീരമായിട്ടുള്ള സൽക്കാരങ്ങള്, അല്ലെ, വന്നു കഴിഞ്ഞാൽ അക്രൂരപ്പന് വേണ്ടതായിട്ടുള്ള എല്ലാം സൽക്കരിക്കുവാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോകും. അതെല്ലാം കഴിഞ്ഞിട്ടോ അവിടെയുള്ള ആ സ്വന്തക്കാരുടെ ഒക്കെ അടുത്ത് ഗൃഹം പ്രവേശ്യാപ്ത സമസ്ത സൽകൃതം സംപ്രക്ഷ്യതേ കംസകൃതം സ്വബന്ധുഷു. അവിടെ ആ സ്വന്തക്കാരോട് കംസൻ ചെയ്യുന്നതായിട്ടുള്ള ദ്രോഹത്തെ പറ്റിയൊക്കെ വിസ്തരിച്ച് എന്നോട് ചോദിക്കും. ആര് ചോദിക്കും? ബലരാമസ്വാമി എന്നോട് ചോദിക്കും, അല്ലെ? ഇങ്ങനെ അക്രൂരൻ ഇങ്ങനെ ആ രാമകൃഷ്ണന്മാരെ തന്നെ തന്റെ മനസ്സിലിട്ട് ഇങ്ങനെ അമ്മാനമാടിക്കൊണ്ട് അങ്ങനെ പോവുകയാണ്. കുതിരയുടെ വഴിക്ക് പോകുന്നു, വഴി പലതായിട്ട് തെറ്റി പോകുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്നാ ശരീരബോധം വരുമ്പോഴത്തേക്കും അയ്യോ വഴി തെറ്റി, നേരെ തിരിച്ചു വിട്ട് വീണ്ടും അങ്ങനെ അക്രൂരൻ ഇത്രയും ചിന്തിച്ചുകൊണ്ട് ഗോകുലത്തിലേക്ക് അവിടെ എത്തി എന്ന് പറയുകയാണ്. അക്രൂരന്റെ ഈ ചിന്തകള് ബ്രഹ്മാദികളിലും അതിമനോഹരമായിട്ട് പല പല പുരാണങ്ങളിലും, ബ്രഹ്മപുരാണം അതുപോലെ തന്നെ വിഷ്ണു പുരാണം, ഇതിലൊക്കെ അക്രൂരന്റെ ഈ ഒരു ഭക്തിയെ കാണിക്കുവാൻ വേണ്ടിയാണ്. അക്രൂരന് രണ്ട് കാര്യമാണ് ഏറ്റവും പ്രിയം. ഏതൊക്കെയാണ്? ഭഗവാന്റെ ആ തൃക്കരങ്ങളും ഭഗവാന്റെ തൃപ്പാദങ്ങളും. അവിടെ ചെല്ലുമ്പം കണ്ണന്റെ പാദങ്ങള് നോക്കിക്കൊണ്ടാണ് ഇവിടുന്നേ പോകുന്നത്, എന്നും ധ്യാനിക്കുന്നത് അതാണ്. അങ്ങനെയുള്ള ആ അക്രൂരൻ അവിടെ പറയാണ്, ശ്രീശുബ്ര മഹർഷി പറയാണ്, ഇതി സഞ്ചിന്തയൻ കൃഷ്ണം ശുഭൽക്കതനയോ അധ്വനി രഥേന ഗോകുലം പ്രാപ്ത സൂര്യശ്ചാസ്തഗിരിം നൃപ. രാവിലെ ഉദിച്ചപ്പോ ഇറങ്ങിയ ആളാ, 10 മണിയായപ്പോ അവിടെ ചെല്ലേണ്ട ആളാ. ഇപ്പൊ സമയം എത്രയായി? സന്ധ്യാസമയം, അല്ലെങ്കിൽ ആ അസ്തമിക്കുന്ന സമയമായപ്പോഴത്തേക്കും ഗോകുലത്തിലേക്ക് അവിടെ എത്തി. ഇങ്ങനെ പലതും ചിന്തിച്ച് ആ അക്രൂരൻ രഥത്തിലൂടെ ഗോകുല ഭൂമിയിലേക്ക് എത്തി. അത് എത്തിയപ്പോഴേക്കും ആദിത്യൻ അവിടുന്ന് അസ്തമിക്കുന്നു. പിന്നെയോ ആ കിഴക്ക് പൂർണ്ണചന്ദ്രൻ അവിടെ ഉദിച്ചു വരുന്നു. അവിടെ അങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ അക്രൂരൻ രഥത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നോക്കിയപ്പോഴേക്കും ആ വൃന്ദാവന ഭൂമിയില് ഗോകുല ഭൂമിയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചപ്പോഴും ആ ഭൂമിയിൽ നിന്നും കൗതുകം ജനിപ്പിക്കുന്നതായിട്ടുള്ള അക്രൂരൻ നിരന്തരം തന്റെ മനസ്സില് തന്റെ ഉള്ളില് ധ്യാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തൃപ്പാദങ്ങളുടെ ചിഹ്നങ്ങൾ കണ്ടപ്പോൾ, ആ വജ്രം, അങ്കുശം, ധ്വജം, സരോരുഹം തുടങ്ങിയതായിട്ടുള്ള 4 ചിഹ്നങ്ങളോട് കൂടിയതായിട്ടുള്ള കുഞ്ഞു തൃപ്പാദങ്ങൾ ഇങ്ങനെ പതിച്ചു കണ്ടപ്പോഴത്തേക്കും അക്രൂരന് അവിടുന്ന് പിടിവിട്ടു. അക്രൂരന് ഒന്നും നോക്കിയില്ല. അക്രൂരൻ
ഇനി എന്നാ ഇത് കാണാൻ സാധിക്കുക? ഇത് എവിടുന്ന എനിക്ക് നേരിട്ട് കാണാൻ സാധിക്കുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അവിടെ അങ്ങോട്ട് കടന്നു എന്നാ പറയാ. അവിടെ അങ്ങോട്ട് കടന്ന് ആ ചിഹ്നങ്ങളുള്ള പാദങ്ങൾ മുഴുവൻ തൻ്റെ ശരീരത്തിലേക്ക് ആ അലങ്കാരം ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഉരുണ്ടു എന്നാണ് പറയുന്നത്. എന്താ ഭക്തി! ആ ഗോപികമാരുടെ ഭക്തിയാണോ ഇനി അക്രൂരന്റെ ഭക്തിയാണോ ഏറ്റവും കേമെന്ന് നമുക്ക് അറിയാൻ വയ്യാത്തൊരു സാഹചര്യം. അക്രൂരന് ഒരു സംശയം തോന്നില്ല. കാരണം ഈ ചിഹ്നങ്ങളെ സദാസമയം തൻ്റെ ആ മനസ്സിൽ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിഹ്നങ്ങൾ കണ്ടപ്പോ അക്രൂരൻ നേരെ എന്തായി, ആ ഭഗവാന്റെ പാദസ്പർശമുള്ള രേണുക്കളെയൊക്കെ തൻ്റെ ശരീരത്തിൽ ഒരു അലങ്കാരമായിട്ട് വരണം എന്നുള്ള രീതിയിൽ അവിടുന്ന് അങ്ങോട്ട് ഉരുളാൻ തുടങ്ങി എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, ഇന്ദ്രാദി ലോകപാലന്മാരെല്ലാവരും അല്ലെ ആ തദ്ദർശനാഹ്ലാദ വിവൃദ്ധ സംഭ്രമ പ്രേമ്ണോർധ്വരോമാശ്രുകലാകുലേക്ഷണ രഥാതവസ്കന്ധ്യ സദശ്വചേഷ്ടത പ്രഭോരമുന്യഘ്രിരജാംസ്യഹോ ഇതി. അവിടെ കിടന്ന് അങ്ങോട്ട് ഉരുണ്ടു. എന്നിട്ട് പറയുകയാണ്, ഇന്ദ്രാദി ലോകപാലന്മാരൊക്കെ അവിടെ വന്ന് ദാ നമസ്കരിച്ച് കാണാം. ഈ പാദത്തിന്റെ ചിഹ്നത്തിന്റെ മുകളിലായിട്ട് കിരീടത്തിന്റെ ചിഹ്നം. അതെങ്ങനെയാ കിരീടത്തിന്റെ ചിഹ്നം? ദേവേന്ദ്രനും ബ്രഹ്മാവും എന്ന് പറഞ്ഞ ദേവന്മാരെല്ലാവരും വന്ന് ചുറ്റും വന്ന് ഭഗവാനെ വന്ന് നമസ്കരിക്കുന്നു. അങ്ങനെ ആ ഇന്ദ്രാദി ലോകപാലന്മാരെല്ലാവരും നമസ്കരിച്ചതായിട്ടുള്ള കിരീടങ്ങളുടെ ചിഹ്നങ്ങളും കൂടെ കാണുന്ന ആ പുരളുന്നതായിട്ടുള്ള ആ മണൽത്തരികളാണിത്. അതുകൊണ്ട് അത് ഇത്ര കണ്ട് അവയുടെ ആ ഒരു എന്താ പറയുക, നൈർമല്യം അവർണ്ണനീയമാണെന്ന് പറയാണ് അക്രൂരൻ. അതെന്റെ ദേഹത്ത് എനിക്ക് ഇടാൻ സാധിച്ചില്ലെങ്കിൽ, അത് അലങ്കാരമാക്കിയില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ഈ വൃന്ദാവനത്തിലേക്ക് വരുന്നത്? ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ചിലരൊക്കെ ഈ ഭഗവാൻ ഓടി നടന്ന് കളിച്ചതായിട്ടുള്ള ഗോകുലത്തിലേക്ക് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ആ മണ്ണിൽ കിടന്നങ്ങോട്ട് ഉരുളെന്ന് കണ്ടു കഴിഞ്ഞാല് നമുക്കൊരു അത്ഭുതം തോന്നും. ആരെയും നമ്മൾ ഇതൊരു ഗോഷ്ഠിയാണെന്ന് തോന്നിപ്പോവും പലർക്കും. പക്ഷേ നമ്മളിപ്പോ ഈ അക്രൂരനൊക്കെ ചെയ്തത്, അക്രൂരന്റെ ഒക്കെ ഭാവത്തിലേക്ക് ചിലപ്പോൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളാണെങ്കിലും ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. ആ കണ്ണനെ കാണാനോ സാധിച്ചിട്ടില്ല, കണ്ണൻ ചവിട്ടിയതായിട്ടുള്ള ആ ഒരു ഭൂമിയിൽ നമുക്ക് എത്താൻ സാധിച്ചു നമുക്കൊക്കെ ഒരു തോന്നൽ വന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി വേണ്ട, അതിൽ നിന്ന് ഒരു പൊടി എനിക്കൊരു അലങ്കാരമാകും, അതൊരു വൃത്തികേടായിട്ട് ഒരിക്കലും തോന്നില്ല അവിടെ. അതുകൊണ്ടാണ് ഇവിടെ അക്രൂരന് പോലും അത് സാധിച്ചു എന്ന് പറയുകയാണ്. അക്രൂരന് അത് ലെവലേശം പോലും ആ രേണുക്കൾ പുറത്തു പോകാതെ തന്റെ അലങ്കാരമായിട്ട് അതിനെ കാണിച്ചു. ആ പാദചിഹ്നങ്ങൾ പതിഞ്ഞതായിട്ടുള്ള പ്രദേശത്തെ എത്തിയപ്പോഴേക്കും എന്തെന്നില്ലാത്ത ആവേശത്തോടുകൂടി ആ അക്രൂരൻ അവിടുന്ന് ഹർഷബാഷ്പങ്ങളോടുകൂടി, അതാണ് ഇങ്ങനൊരു ഭാഗ്യം എന്നാ എനിക്ക് കിട്ടുക. ഭഗവാന്റെ തൃപ്പാദങ്ങൾ കിട്ടിയില്ലോ, തൃപ്പാദങ്ങൾ സ്പർശിച്ചതായിട്ടുള്ള രേണുക്കള് എനിക്ക് അലങ്കാരമാക്കാൻ സാധിച്ചല്ലോ എന്ന് അവിടെ പറയുന്നു. അങ്ങനെ ഈ കാണുന്നത് മഹാപ്രഭുവായിട്ടുള്ള ആ ശ്രീകൃഷ്ണന്റെ കാലടികൾ പതിഞ്ഞതായിട്ടുള്ള ഭൂപ്രദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങോട്ട് ഗംഭീരമായിട്ട് അവിടുന്ന് കടന്ന് ഉരുണ്ടു എന്ന് പറയാണ്. ദേഹം ഭൃതാമിയാനർത്ഥോ ഹിത്വാദംഭം ധിയം ശുചം സന്ദേശാദ്യോഹരേ ലിംഗദർശന ശ്രവണാദിഭി. അവിടെ ചെന്നു ആ തന്റെ സന്ദേശം, കംസന്റെ സന്ദേശം ലഭിച്ചത് മുതല് അത് കാപട്യമോ അല്ലെങ്കിൽ ഭയമോ അല്ലെങ്കിൽ എന്താണ് ഒരു വിഷമം, ശോകമോ സ്പർശിക്കാത്ത രീതിയിൽ ആ ശ്രീഹരിയുടെ പാദ ലക്ഷണങ്ങളുടെ ദർശനങ്ങൾ കിട്ടിയതോടുകൂടി അവിടുത്തെ ആ ഗുണഗണങ്ങളുടെ ഒക്കെ കീർത്തനങ്ങള്, ഗോപികമാര് പാടുന്നതായിട്ട് കീർത്തനങ്ങൾ അവിടുന്ന് കേൾക്കുന്നു. അങ്ങനെ കേട്ടുകൊണ്ട് ഒക്കെ അക്രൂരൻ എന്താണോ കൈവരിക്കാൻ കഴിഞ്ഞത് അത് തന്നെയാണ് യഥാർത്ഥത്തില് ആ ശരീരികളായിട്ടുള്ള ജീവന്മാർക്കൊക്കെ കിട്ടുന്ന ഈ ഒരു ജന്മസാഫല്യം ഇനി കിട്ടാനില്ല എന്ന ഒരു ആനന്ദ നിർവൃതിയില് അവിടെ ചെന്നപ്പോഴത്തേക്കും കണ്ടു ആരെ, ദദർശ കൃഷ്ണം രാമം വ്രജേ ഗോദോഹനം ഗതോ പീതനീലാംബരധരോ ശരദം പുരുഹേക്ഷണോ. എന്താ ആ ഒരു വ്യാസന്റെ എന്താണ് അല്ലെ ചിത്രം. എന്താണ് യശോദാമ്മ അവിടെ പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അടുത്ത് തന്നെ ഒരു നീലാംബരധാരിയായിട്ടും ഒരു പീതാംബരധാരിയായിട്ടും രണ്ട് ഉണ്ണികൾ ഇങ്ങനെ കാത്തു നിൽക്കുക. അമ്മ ഇപ്പൊ പാല് കറന്നു തരും, ഇപ്പൊ കറന്നു തരും എന്ന് പറഞ്ഞുകൊണ്ട് ആ രാമകൃഷ്ണന്മാര് നിൽക്കുന്ന ആ ഒരു രംഗം. കിശോരോ ശ്യാമലശ്വേതോ ശ്രീനികേതോ ബൃഹദ്ഭുജോ സുമുഖോ ബാലദ്വിരത വിക്രമോ. അവിടെ നോക്കിയപ്പോഴത്തേക്ക് എന്തായി,
ആ എന്താണ് ശരൽക്കാലത്തെ ആ താമരദളത്തെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ആ കണ്ണുകള്, പിന്നെയോ ആ കുട്ടിപ്രായം വിട്ടിട്ടില്ലാത്തതായിട്ടുള്ള രീതിയിലുള്ള ആ ഉണ്ണിക്ക് ശ്യാമ നിറത്തിലോട് കൂടിയിട്ടുള്ള ആ കൃഷ്ണൻ അല്ലെ, അതുപോലെ തന്നെ മറ്റേതോ ധവളപ്രകാശത്തോടു കൂടി ശോഭിക്കുന്നതായിട്ടില്ല. ഇപ്പൊ എന്താ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഒരാൾ കറുപ്പാണെങ്കിൽ ഒരാൾ നല്ല വെളുത്തുകൊണ്ട് ഇരിക്കുന്ന ആ ബലരാമനും ഇരുവരും ആ ശ്രീത്വത്തിന്റെ ഒരു വാസസ്ഥാനങ്ങളാണ് എന്ന് പറയാൻ സാധിക്കും. അത് തന്നെയല്ല, കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അജാനബാഹുക്കളാണെന്ന് പറയാണ്. ധ്വജവജ്രാങ്കുശാം ഭോജൈ ചിഹ്നിതൈരംഘ്രിഭിർവ്രജം ശോഭയന്തോ അനുക്രോശസ്മിതേക്ഷണോ. അപ്പം അങ്ങനെയുള്ള ആ വജ്രം, അങ്കുശം, ധ്വജം, സരോരുഹം ഇങ്ങനെയുള്ള ചിഹ്നങ്ങളോട് കൂടിയിട്ടുള്ള ആ ശ്രീപാദങ്ങളാൽ ആ ഗോകുല ഭൂമിയെ തന്നെ ശോഭനമാക്കിയിട്ടുള്ള അല്ലെ, ആ ഗോകുല ഭൂമിയെ ശോഭനമാക്കിയതായിട്ടുള്ള രണ്ട് മഹാത്മാക്കളും അവിടെ കർണാർദ്രമായിട്ടുള്ള ആ സ്മിതേക്ഷണനായിക്കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതോടെ ആത്മാനവനുക്രോശസ്മിതേക്ഷണവും. അപ്പം അങ്ങനെയുള്ള ആ രണ്ടുപേരെ രാമകൃഷ്ണന്മാരെ അവിടുന്ന് കണ്ടു. ഉദാര രുചിര ക്രീഡോ സൃഗ്വീണോ വനമാലിനോ പുണ്യഗന്ധാനുലിപ്താംഗോ സ്നാതോ വിരജവാസസോ. പിന്നെയോ അവിടെ ആ ഒറ്റ കാഴ്ചക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവര് കർണാർദ്രമായിട്ടുള്ള വീക്ഷണങ്ങളോട് കൂടിയാണ് നിൽക്കുന്നതെന്ന്. അവര് കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. സ്നാനമൊക്കെ ചെയ്ത് ഒട്ടും ഒരു അഴുക്കില്ലാത്തതായിട്ടുള്ള നല്ല പുതിയ വസ്ത്രങ്ങള് ധരിച്ചിരിക്കുന്നു. സുഗന്ധമുള്ള കുറിക്കൂട്ടുകള് അല്ലെ, കുബ്ജ കൊടുത്തിട്ടുള്ള കുറിക്കൂട്ടുകളൊക്കെ പുണ്യഗന്ധാനുലിപ്താംഗോ സ്നാതോ വിരജവാസസോ. അങ്ങനെ ആ കുറിക്കൂട്ടുകളൊക്കെ അണിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഗാംഭീര്യവും അതേസമയം എന്താണ് മനോഹാരിതയും നിറഞ്ഞതായിട്ടുള്ള ആ കുട്ടികളെ കണ്ടപ്പം എന്തെന്നില്ലാത്ത ഒരു ആനന്ദം. ഇരുവരും എന്താണ് രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള പ്രധാന പുരുഷാവാദ്യോ ജഗദ്ധേതു ജഗൽപതി അവതീർണോ ജഗത്യർത്ഥേ സ്വാംശേന ബലകേശവോ ഉദാര രുചിരക്രീഡോ സൃഗ്വീണോ വനമാലിനോ. അല്ലെ, അവിടെ സൃഗ്വീണവും വനമാലിനോ, ഈ മുത്തുമാലകൾ ധാരാളം ധരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വനമാലകള് ധാരാളം കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പേയുള്ളവരാണ് എന്നും അതിന് കാരണക്കാരനാണ് എന്നും അതിന്റെ സംരക്ഷകരുമായിട്ടുള്ളവരാണ് ഈ നിൽക്കുന്ന ഈ ഉണ്ണികള് എന്നൊക്കെ അവിടെ വെച്ച് പ്രധാന പുരുഷാവാദ്യോ ജഗത്തേതു ജഗൽപതി അവതീർണോ ജഗത്യർത്ഥേ സ്വാംശേന ബലകേശവോ. ഇങ്ങനെ ഉള്ള ആ രണ്ടുപേരും അതിന്റെ പ്രധാന പുരുഷനാണ്, പരംപുരുഷനായിട്ടുള്ളവരാണ്. എന്നിട്ട് അവര് പറയാണ് ദിശോ വിധിമിരാജൻ കുർവാണോ പ്രഭയാസ്വയാ യഥാമാരകതശൈലോ രൗപ്യശ്ച കനകാചിതോ. അങ്ങനെ അവര് ഒരേ ഒരു മഹാവിഷ്ണുവിന്റെ അംശങ്ങളായിക്കൊണ്ട് ശ്രീകൃഷ്ണനായിക്കൊണ്ടും അതുപോലെ ബലരാമനായിക്കൊണ്ടും ഈ ലോക സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവതരിച്ചിരിക്കുന്നു. അങ്ങനെ സ്വർണം വിളഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള മരതക കുന്നിനോടും അതുപോലെ വെള്ളിക്കുന്നിനോടും ഒക്കെ തുല്യമായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. ഒന്ന് മരതകമാണെങ്കിൽ ഒന്ന് വെള്ളി. അതുപോലെ ആ ശരീരശോഭയാൽ ഈ ദിക്കുകൾ മുഴുവൻ ദിഗന്തരങ്ങളെ മുഴുവൻ പ്രകാശമാനമാക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള രാമകൃഷ്ണന്മാരെ കണ്ട് ആനന്ദ നിർവൃതിയിൽ നിന്നുപോയി ആ അക്രൂരൻ. എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ അസുരനായിട്ടുള്ള കേശിയെ യുദ്ധം ചെയ്ത ദിവസമാണ് ശരിക്ക്. അതുകൊണ്ട് അവിടെ ഭംഗിയായിട്ട് ആ അസുരനിൽ നിന്ന് വന്നിട്ടുള്ള ആ ദുർമാലിന്യങ്ങളെ മുഴുവൻ മാറ്റാൻ വേണ്ടിയിട്ട് അതാണ് ആ കുളിച്ച് നല്ല വൃത്തിയായിട്ട് അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് എന്ന് പറയുന്നത് അവിടെ. എന്തായാലും അങ്ങനെ ആ അക്രൂരൻ ഭക്തി പാരവശ്യം കൊണ്ട് ആ രഥത്തിൽ നിന്നും ഒക്കെ പുറത്തു ചാടി രാമകൃഷ്ണന്മാരുടെ അടുത്തേക്ക് വന്ന് ആ രണ്ടുപേരുടെയും പാദങ്ങളില് ദണ്ഡ നമസ്കാരം ചെയ്തു. അങ്ങനെ ഭഗവത് ദർശനാഹ്ലാദ ബാഷ്പര്യാകുലേക്ഷണ പുളകാചിതംഗ ഉത്കണ്ഠ്യാൽ സ്വാഖ്യേന
നാശകൻ നൃപ. ആ ഭഗവാന്റെ പാദങ്ങളിൽ അങ്ങോട്ട് വീണ് എന്തെന്നില്ലാത്ത ആനന്ദാശ്രുക്കളെ കൊണ്ട് ആ ഭഗവാന്റെ പാദം പൂർണ്ണമായിട്ടും രണ്ടുപേരുടെയും പാദം ആ അശ്രുക്കളെ കൊണ്ട് കഴുകി എന്ന് പറയാണ്. എന്നിട്ടോ അവിടുന്ന് ആ തൊണ്ടയിടറിക്കൊണ്ട് ആ ശരീരം പുളകാഞ്ചിതമായിക്കൊണ്ട് രോമാഞ്ചം ചെയ്തുകൊണ്ട് ആ അക്രൂരൻ താൻ ആരാണെന്ന് പറയാൻ പോലും അശക്തനായി പറയാണ്. കണ്ടങ്ങനെ നിൽക്കാനും സാധിക്കുന്നില്ല, ഒന്നും ഗദ്ഗതം, പുറത്തേക്ക് ശബ്ദം വരുന്നില്ല. അവിടുന്ന് തന്നെ ആ നമസ്കരിച്ചവനിൽ വാത്സല്യമുള്ള ആ ഭഗവാൻ നേരെ എന്താണ് ആ കൂപ്പുകൈയോടുകൂടി നിൽക്കുന്നതായിട്ടുള്ള ആ അക്രൂരഭന്റെ അടുത്തേക്ക് അങ്ങോട്ട് വന്നു. അങ്ങനെ ആ യുദ്ധം കയ്യിലെടുത്തതായിട്ടുള്ള അല്ലെ, അവിടെ പരിരേഭേപ്യുപാകൃഷ്യ പ്രീത പ്രണതവത്സല ഭഗവാൻ തത് അഭിപ്രേത്യ രഥാംഗാങ്കിതപാണിന. രഥാംഗം എന്ന് പറഞ്ഞാല് സുദർശന ചക്രം, ആ ചക്രായുധം എടുത്തതായിട്ടുള്ള തഴമ്പ് വന്നതായിട്ടുള്ള ആ കൈകൊണ്ട് ആ അക്രൂരഭനെ അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് പിടിച്ചു എന്ന് പറയാം, ആലിംഗനം ചെയ്തു പറയാണ്. പരിരേഭേപ്യുപാകൃഷ്യ പ്രീത പ്രണതവത്സല. അക്രൂരഭനെ അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് അവിടുന്ന് ഓരോ വിശേഷങ്ങള് അവിടുന്ന് ആ ഭഗവാൻ ഇനി അക്രൂരഭനോടായിട്ട് അങ്ങ് ചോദിക്കുന്നതോടെ എന്താണ് ചോദിച്ചത്? സംഘർഷണശ്ച പ്രണതമുപഗുഹ്യ മഹാമനാഹ ഗൃഹീത്വാ പാണിനാ പാണിയനയ സാനുജോ ഗൃഹം. ആ ഭഗവാൻ ആലിംഗനം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും മഹാത്മാവായിട്ടുള്ള ആ ബലരാമസ്വാമി എന്ത് ചെയ്തു? തന്റെ കാൽക്കൽ വീണതായിട്ടുള്ള ആ അക്രൂരനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ടോ കൈകൂപ്പി പിടിച്ചതായിട്ടുള്ള ആ കൈ രണ്ടും കൂടി കൈകൊണ്ട് പിടിച്ച് കൃഷ്ണനോടൊപ്പം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പറഞ്ഞതുപോലെ തന്നെ നേരത്തെ എന്താണോ അല്ലെ ആ ഭക്തനായിട്ടുള്ള അക്രൂരൻ തന്റെ മനസ്സിലെ മനോരാധികത്തിൽ കണ്ടത് അതേപോലെ തന്നെ അവിടെ ചെയ്തു കൊടുക്കുന്നു. സ്വാഗതം അരുളിക്കൊണ്ട് അദ്ദേഹത്തെ അവിടെ ഇരുത്തി. എന്നിട്ടോ പൃഷ്ട്വാധ സ്വാഗതം തസ്മൈ നിവേദ്യ ചവരാസനം, നല്ലൊരു ഇരിപ്പിടം കൊടുത്തു. എന്നിട്ട് പ്രക്ഷാല്യ വിധിവൽപാദോ മധുപർക്കാർഹണമാഹരൽ, വേണ്ട പോലെ ആ കാലൊക്കെ കഴിച്ചു. മധുപർക്കം തുടങ്ങിയതായിട്ടുള്ള പാനീയവും അതുപോലെ ആ വിശപ്പും ദാഹവും ഒക്കെ തീർത്ത് ഒരു ദാനവും കൂടി ചെയ്തു. നിവേദ്യ ഗാം ചാതിഥയേ സംവാഹ്യ ശാന്തമാതൃത, ഒരു പശുവിനെയും കൂടി നൽകി ആദരിച്ചു എന്ന് പറയാണ്. അത്ര കേമായിട്ടാണ് ആ അക്രൂരനെ അവിടുന്ന് സ്വീകരിച്ചത്. പിന്നെയോ അന്നം ബഹുഗുണം മേദ്യം ശ്രദ്ധയോപാഹരദ്വിഭൂ, യാത്രാക്ഷീണം മാറ്റുവാൻ വേണ്ടിയിട്ട് ആദരവോടുകൂടി വേണ്ട രീതിയിൽ കാലൊക്കെ കഴിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ശ്രദ്ധയോടും ആദരവോടും കൂടി ആ അക്രൂരന് വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണവും കൊടുത്തു. എന്ത് ഭക്ഷണമാണ്? ഡിന്നർ അല്ലെ, വൈകിട്ട് സന്ധ്യയ്ക്ക് വന്ന് ആ അക്രൂരന് ഗംഭീരമായിട്ടുള്ള വിഭവ സമൃദ്ധമായിട്ടുള്ള അത്താഴവും കൊടുത്ത് അവരിതാ അനുഗ്രഹിച്ചു എന്ന് പറയാണ്. എന്തായാലും തസ്മൈ ഭുക്തവതേ പ്രീത്യ രാമ പരമധർമ്മവിൽ മുഖവാസീർഗന്ധമാല്യേ പരാം പ്രീതിം വ്യഥാൽ പുനാം. അങ്ങനെ ആ അത്താഴത്തൊക്കെ കഴിച്ചതിന് ശേഷം മഹാധർമ്മജ്ഞനായിട്ടുള്ള ആ ബലരാമസ്വാമി അക്രൂരന് അതിനുശേഷം ആ വിശ്രമവേളയിൽ താമ്പൂലം ഒക്കെ കൊടുത്തു സന്തോഷിപ്പിച്ചു. പിന്നെയോ ആ മാലിന്യങ്ങളൊക്കെ മാറ്റി തുടച്ചു വൃത്തിയാക്കിക്കൊണ്ട് ആ കുറിക്കൂട്ടുകളൊക്കെ അണിയിച്ചു, മാലിന്യങ്ങളൊക്കെ ചാർത്തി, മാലകളൊക്കെ ചാർത്തി. അങ്ങനെ അക്രൂരൻ വന്നതിലുള്ള അതിയായ സന്തോഷം, എത്ര കാലം കൂടിയിട്ടാണ് അക്രൂരനെ കാണുന്നത്, കൊച്ചച്ഛൻ അല്ലെ ചെറിയച്ഛനെ കാണുന്നത് എന്നുള്ള സന്തോഷമൊക്കെ അവിടെ പ്രകടമാക്കിക്കൊണ്ട് യോവധിയിൽ സ്വസുസ്തോകാൻ ക്രോശന്ത്യ അസുതൃപ്ഖല കിംന്നു സ്വിത്തൽ പ്രജാനാം വ കുശലം വിമൃശാമഹേ. ആ സൽക്കാരങ്ങളെ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് വിശ്രമിക്കുന്നതായിട്ടുള്ള അക്രൂരന്റെ അടുത്തേക്ക് ചെന്ന് അങ്ങോട്ട് ചോദിച്ചു, അല്ല ചെറിയച്ഛ എന്തൊക്കെയാ വിശേഷം, പറയൂ അല്ലെ. നമ്മളൊക്കെ ആണെങ്കിൽ ആദ്യം വിശേഷം ചോദിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് ചോദിക്കണം, അല്ല കുറച്ച് വെള്ളം തരുവോ എന്ന് ചോദിക്കും. അങ്ങനെ അല്ലാന്ന് കാണിച്ചു തരികയാണ് ഇവിടെ. വന്നു കഴിഞ്ഞാൽ എത്ര ബന്ധുക്കളായിക്കോട്ടെ, എത്ര നാള് കൂടിയിട്ട് കാണുന്നതായിക്കോട്ടെ, വന്നാ ഉടനെ ഒരു ഗ്ലാസ് വെള്ളവും കൊടുക്കണം. വിശപ്പും ദാഹവും തീർത്തതിന് ശേഷം വേണം നമ്മളൊക്കെ ആദരിക്കാൻ. നമ്മളുടെ ബന്ധുക്കളായിരിക്കാം, നമുക്ക് വേണ്ടപ്പെട്ട ഇവർക്കൊക്കെ എടുത്തു കുടിക്കാവുന്നല്ലേ എന്നൊക്കെ പറയും, ന്യായം പറയും. സ്വന്തം അച്ഛൻ വന്നാൽ പോലും വെള്ളവും കൊടുത്ത് അങ്ങനെ സ്വീകരിച്ചതിന് ശേഷമേ നമ്മൾ സംസാരിക്കാവുള്ളൂ. അതാണ് നമുക്ക് വലിയൊരു പാഠം പഠിപ്പിക്കുന്നത് ഇവിടെ. എന്തായാലും അവിടെ അക്രൂരനോട് എങ്ങനെയാണോ ഒരു കശാപ്പുകാരൻ പോറ്റുന്നതായിട്ടുള്ള ആ ചെമ്മരിയാടുകളെ പോലെ
എന്നുള്ള രീതിയിൽ എങ്ങനെയാ അക്രൂര ആ കംസന്റെ അടുത്ത് അല്ലെ കശാപ്പുകാരന്റെ അടുത്ത് പോത്തും അല്ലെങ്കിൽ ആടും ഒക്കെ നിൽക്കുന്നത് പോലെയാണ്. ഒരു ദിവസം കൊല്ലാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നതിനെയൊക്കെ വളർത്തുന്നത് പോലെ എങ്ങനെയാണ് ആ കംസന്റെ സമീപത്ത് നിങ്ങളെല്ലാം അവിടെ എങ്ങനെ കഴിഞ്ഞുകൂടുന്നത് അവിടുന്ന് ചോദിച്ചു. അപ്പം കംസൻ ഇത്തം സുനൃതയാ വാച നന്ദേന സുസഭാജിത ക്രൂര പരിപൃഷ്ടേന ജഹാവധ്വപരിശ്രമം. നന്ദഗോപര് വേഗം വന്നു കുശലങ്ങളൊക്കെ ചോദിച്ചു. എങ്ങനെയാ അക്രൂര അവിടുത്തെ ഈ ഒരു വാസം വലിയ കഷ്ടമല്ലേ എന്നൊക്കെ ചോദിച്ചു. കംസൻ തന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സഹോദരിയായിട്ടുള്ള ആ ദേവകിയുടെ അല്ലെ പിഞ്ചു പൈതങ്ങളെ നിഗ്രഹിക്കുവാനാണ് എന്ന വിവരങ്ങളൊക്കെ ആ ദുഷ്ടന്റെ നാട്ടിൽ കഴിച്ചുകൂടുന്നതായിട്ടുള്ള ഭവാന്മാർക്കെല്ലാം അങ്ങേ ഉൾപ്പെടെ എല്ലാവർക്കും ഇന്ന് മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു വിഷമം. അതുകൊണ്ട് യഥാർത്ഥത്തില് എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ പറയൂ എന്ന് അവിടെ പറഞ്ഞു. നന്ദഗോപരുടെ ആ ഉപചാരങ്ങളും ഒക്കെ അവിടുന്ന് സ്വീകരിച്ചതായിട്ടുള്ള ആ അക്രൂരൻ കുശലപ്രശ്നങ്ങളൊക്കെ ചെയ്ത് ആ നന്ദഗോപരോടും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അക്രൂരൻ അവിടുന്ന് ആ യാത്രാക്ഷീണം ഒക്കെ ആശ്വാസം വരുത്തിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും അങ്ങനെയുള്ള അക്രൂരൻ ഇനി നന്ദഗോപരോടും യശോദയോടും അതുപോലെ രാമകൃഷ്ണന്മാരോടും ഒക്കെ എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം എന്നുള്ളത് അവതരിപ്പിക്കുകയൊക്കെയാണ് അടുത്ത അധ്യായത്തില്. നമുക്ക് അത് അടുത്ത ദിവസം നമുക്ക് അനുസ്മരിക്കാം. ഇപ്പം ആ 38-ാമത്തെ അധ്യായത്തിലേക്ക് പാരായണത്തിലേക്ക് പ്രവേശിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ